വടക്കൻ യൂറോപ്പിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഐസ്ലാൻഡ് എന്ന കുഞ്ഞു ദ്വീപ് രാജ്യം ഇപ്പോൾ ആശങ്കയിലാണ്. പേരിൽ മഞ്ഞിന്റെ തണുപ്പാണെങ്കിലും നിരവധി സജീവ അഗ്നിപർവ്വതങ്ങളുള്ള രാജ്യമാണ് ഐസ്ലാൻഡ്. ഡിസംബർ മുതൽ തുടർക്കഥയാകുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലം വലയുകയാണ് ദ്വീപ് ജനത. ഇപ്പോൾ ആശങ്ക ഉയർത്തി തെക്കു പടിഞ്ഞാറൻ ഐസ്ലാൻഡിലെ ഗ്രിൻഡവിക് പട്ടണത്തിനടുത്തുള്ള ഫോഷോൺ അഗ്നിപർവ്വതം ബുധനാഴ്ച 5ാം തവണ ലാവ തുപ്പി. അഗ്നിപർവ്വത വിള്ളലിൽ നിന്ന് 50 മീറ്റർ ഉയരത്തിൽ ഉയർന്നു പൊങ്ങിയ ലാവ 3.5 കിലോമീറ്റർ ദൂരം വരെ വ്യാപിച്ചു. ഇതേ തുടർന്ന് പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രമായ ബ്ലൂ ലഗൂൺ ജിയോ തെർമൽ സ്പാ പൂർണ്ണമായും ഒഴിപ്പിച്ചു. വൈകുന്നേരത്തോടെ വോൾക്കാനിക് പ്രവർത്തനം കുറയാൻ തുടങ്ങിയെങ്കിലും ഇത് ഈ പ്രദേശത്ത് ഇതുവരെയുണ്ടായ ഏറ്റവും തീവ്രമായ പൊട്ടിത്തെറിയായി കണക്കാക്കപ്പെടുന്നു. ഗ്രിൻഡവിക് പട്ടണത്തിനു ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ബാരിയറുകൾ ലാവാ പ്രവാഹത്തെ ഒരു പരിധിവരെ തടഞ്ഞെങ്കിലും നഗരത്തിലേക്കുള്ള 2 പ്രധാന റോഡുകൾ ഭാഗികമായി തകർന്നു. ലാവ നഗരത്തെ കീഴടക്കിയെന്നാണ് മേയർ ഫന്നാർ ജോനാസൻ ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചത്. സ്ഫോടനത്തെ തുടർന്ന് ഗർത്തത്തിന് മുകളിൽ നിന്നും കട്ടികൂടിയ ചാരം പുറത്തുവരുന്നുണ്ട്. ഭൂഗർഭജലവും ദ്രവശിലയും തമ്മിലുള്ള രാസപ്രവർത്തനത്തെ തുടർന്നാണിത്. എന്നാൽ ചാരപ്പുക വിമാനമാർഗത്തിന് തടസ്സം സൃഷ്ടിച്ചിട്ടില്ല എന്ന ആത്മവിശ്വാസവുമുണ്ട്. പ്രദേശത്ത് ഭൗമശാസ്ത്രജ്ഞർ കർശനമായ നിരീക്ഷണം തുടരുകയാണ്. നൂറ്റാണ്ടുകളുടെ നിഷ്ക്രിയത്വത്തിനു ശേഷമാണ് ഫോഷോൺ അഗ്നിപർവ്വതം മാസങ്ങൾക്ക് മുൻപ് വീണ്ടും സജീവമായത്. ഐസ്ലാൻഡ് തലസ്ഥാനമായ റേക്ജാവിക്കിന് 50 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഗ്രിൻഡവിക്. ഐസ്ലാൻഡിലെ പ്രധാന ഊർജ്ജ നിലയങ്ങളിലൊന്നായ സ്വാറ്റ്സിംഗി പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഗ്രിൻഡവിക് പട്ടണത്തിലാണ്. ജിയോ തെർമൽ എനർജി അഥവാ ഭൗമതാപോർജ്ജം വഴി വൈദ്യുതിയും ചൂടുവെള്ളവും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. തലസ്ഥാന നഗരത്തിലേക്കും സമീപ പട്ടണത്തിലേക്കും വേണ്ട വൈദ്യുതിയും ഉപോൽപ്പന്നമായി 21,000-ഓളം വീടുകളിലേക്കുള്ള ചൂടുവെള്ള സപ്ലൈയും സ്വാറ്റ്സിംഗി പവർ പ്ലാന്റിലൂടെയാണ്. ഇതുമൂലമാണ് ഗ്രിൻഡവിക്കിലെ തുടർച്ചയായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂചലനങ്ങളും ഐസ്ലാൻഡിനെ ആശങ്കയിലാഴ്ത്തുന്നത്. നവംബർ മുതൽ തുടരുന്ന ചെറു ഭൂചലനങ്ങളെയും തുടർന്ന് ഡിസംബർ 18-നുണ്ടായ ആദ്യ അഗ്നിപർവ്വത സ്ഫോടനത്തെയും തുടർന്ന് നഗരത്തിലെ ജനങ്ങളെ പല ഘട്ടങ്ങളായി മാറ്റിപ്പാർപ്പിച്ചിരുന്നു. എന്നാൽ ഫെബ്രുവരി 8-നുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് പവർ പ്ലാന്റിൽ നിന്നുള്ള ഒരു പൈപ്പ് ലൈൻ ലാവാ പ്രവാഹത്തിൽ പൂർണ്ണമായി നശിച്ചു. ഇതേ തുടർന്ന് നിരവധി ദിവസങ്ങളാണ് ആയിരക്കണക്കിന് ആളുകൾ ചൂടുവെള്ളം കിട്ടാതെ വലഞ്ഞത്. 33ഓളം സജീവ അഗ്നിപർവ്വതങ്ങളാണ് ഐസ്ലാൻഡിലുള്ളത്. 2010-ൽ നടന്ന അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ആഴ്ചകളോളം യൂറോപ്പിൽ വിമാന സർവീസുകൾ മുടങ്ങിയിരുന്നു.